വിമാനത്താവളത്തിനായി ഡ്രോൺ സർവേ നടത്തിയെന്ന പ്രസ്താവനയിൽ യു ടേൺ അടിച്ചിരിക്കുന്നു മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ. ഡ്രോൺ സർവേ നടത്തിയിട്ടില്ലെന്നാണ് പുതിയ വാദം. എയർക്രാഫ്റ്റ് പരിശീലന സെന്ററിനായി ആറന്മുളയിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. DGC അനുമതി നൽകിയ ഡ്രോൺ സർവേ നടത്തും. ആറന്മുളയിലെ തന്റെ ഭൂമി വിമാനത്താവള പദ്ധതിക്കായി സർക്കാരിന് സൗജന്യമായി നൽകാൻ തയ്യാറെന്ന് എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. ഡ്രോൺ സർവേ നടത്തിയില്ലല്ലോ. ആരാ നടത്തിയെന്ന് പറഞ്ഞു? ഞാൻ നടത്തിയെന്ന് പറഞ്ഞു. നടത്തുമെന്ന് പറയുന്നത് നടത്തിയതാക്കിയത് നിങ്ങൾ. ഞാൻ നടത്തുമെന്നാ പറഞ്ഞത്, നടത്തിയിട്ടില്ല. ഡ്രോൺ സർവേ നടത്താൻ എനിക്ക് തന്നെ അധികാരം. ഞാനത് നടത്തില്ല. അത് നടത്തിയിട്ട് ഗവൺമെന്റ് നടത്തണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 400 ഏക്കർ സ്ഥലം കേരള ഗവൺമെന്റ് വന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു പൈസ വേണ്ട. പിന്നെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില ഒരു ഭൂമി എടുക്കും കൊടുക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എയർപോർട്ട് ആയിരിക്കണം. എയർപോർട്ട് അല്ലാത്ത ഒരു പ്രോജക്റ്റിനും കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എയർപോർട്ട് വന്നാൽ ഒരു എയർ സ്ട്രിപ്പ് അവിടെ കിട്ടും. അവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ആ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളെ. എൻ്റെ സ്ഥലത്ത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് നടത്താനും ഫ്ലൈയിങ് ക്ലബ്ബ് നടത്താനും ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാനും എന്തൊക്കെ DGC പറയുന്നതൊക്കെ ഞാൻ ചെയ്യും. ഡ്രോൺ സർവേ കൊണ്ടുവരാൻ പറയാം. അവർ പറയും യു ബ്രിങ് എ ഡ്രോൺ സർവേ എടുത്ത് ഒരു സ്കെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ എടുക്കും. അല്ല ഞാൻ ജാലിക്കരുത് പോലെ ചെയ്യുന്നില്ല. പ്രവീൺ പുരുഷോത്തമനാണ് ചെയ്യുന്നത്. പ്രവീൺ, വിമാനത്താവളത്തിന് വീണ്ടും നീക്കങ്ങൾ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇപ്പോഴത് തിരുത്തുന്നതും. എന്താണ് സംഭവിക്കുന്നത്? വിവാദമായതിന് പിന്നാലെ പിൻവാങ്ങുകയാണോ? അദ്ദേഹത്തിന്റെ ഒറ്റയാൾ ശ്രമമാണോ ഇത്? ആറന്മുളയിൽ ഡ്രോൺ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിച്ചു. വലിയ സമരങ്ങളിലേക്ക് അവർ പോകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. BJPയും CPMഉം CPIയും എല്ലാം തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നുള്ളൊരു സൂചന നടത്തിയിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ താൻ അവിടെ ഡ്രോൺ സർവേ നടത്തിയിട്ടില്ല എന്ന പ്രസ്താവനയുമായി മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അവിടെ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പരിശീലനത്തിനായി ഒരു എയർ സ്ട്രിപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യാർത്ഥം താൻ ഒരു ഡ്രോൺ സർവേ നടത്തും. അതും DGCയുടെ അനുമതി ലഭിച്ചാൽ ഡ്രോൺ സർവേ നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ആറന്മുളയിൽ തന്നെ ഒരു വിമാനത്താവള പദ്ധതി വരണം, അതിന് UDF സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹം നേരത്തെ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിക്കുകയും നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സമരത്തിലേക്ക് പോകുമെന്ന സൂചന വന്നപ്പോൾ തന്നെ ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയാണ്. വിനീത, ശരി. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ.